PSC ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾ 2024 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ മറ്റു കൂട്ടുകാരോട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് ഈ വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിലും രേഖപ്പെടുത്തുക. ഓക്കെ അല്ലേ? അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 2024 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2024 ഹരിവരാസന പുരസ്കാര ജേതാവ് PK വീരമണിദാസ്. ആരാണ്? PK വീരമണിദാസിനാണ് 2024 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത്. എങ്കിൽ 2023 ഹരിവരാസന പുരസ്കാരം ലഭിച്ച ആർക്കാണ്? അത് ശ്രീകുമാരൻ തമ്പിയാണ്. തെറ്റിപ്പോകരുത്. 2024 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് PK വീരമണിദാസും 2023 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കുമാണ്. സെറ്റല്ലേ? കിട്ടിയില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 2021 സംസ്ഥാന സർക്കാരിൻ്റെ സ്വാതി സംഗീത പുരസ്കാരത്തിന് അർഹനായത് PR കുമാരകേരളവർമ്മയാണ്. ആരാണ്? PR കുമാരകേരളവർമ്മ. അപ്പം 2021 സംസ്ഥാന സർക്കാരിൻ്റെ സ്വാതി സംഗീത പുരസ്കാരത്തിന് അർഹനായത് PR കുമാരകേരളവർമ്മയാണ്. 2021 സ്വാതി പുരസ്കാരം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുന്നത് 2024 ജനുവരിയിലാണ്. അപ്പം 2021 സ്വാതി പുരസ്കാരം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഏത് വർഷമാണ്? 2024 ജനുവരിയിലാണ് പ്രഖ്യാപിച്ചത്. ഓക്കെ അല്ലേ? അപ്പം 2021 സംസ്ഥാന സർക്കാരിൻ്റെ സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ചത് PR കുമാരകേരളവർമ്മ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച നിശ്ചല ദൃശ്യത്തിലുള്ള പുരസ്കാരം നേടിയ സംസ്ഥാനം ഒഡീഷയാണ്. ഏതാണ്? ഒഡീഷ. ഓക്കെ അല്ലേ? 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച നിശ്ചല ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഒഡീഷക്കാണ്. എങ്കിൽ 2023 റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച നിശ്ചല ദൃശ്യത്തിലുള്ള പുരസ്കാരം ലഭിച്ചത് ഉത്തർപ്രദേശിനാണ്. ഏതിനാണ്? ഉത്തർപ്രദേശ്. ഓക്കെ അല്ലേ? അപ്പം 2024 നമ്മൾ ചർച്ച ചെയ്ത ആദ്യത്തെ 3 ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി ചർച്ച ചെയ്യാം. 2024 ഹരിവരാസന പുരസ്കാര ജേതാവ് PK വീരമണിദാസ്. എങ്കിൽ 2023 ഹരിവരാസന പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പി. 2021 സംസ്ഥാന സർക്കാരിൻ്റെ സ്വാതി സംഗീത പുരസ്കാരത്തിന് അർഹനായത് PR കുമാരകേരളവർമ്മ. 2021 പുരസ്കാരം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത് 2024 ജനുവരിയിലാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച നിശ്ചല ദൃശ്യത്തിനുള്ള പുരസ്കാരം നേടിയ സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പാപ്പാനെ 2024 പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. ആരാണ്? പാർവതി ബറുവ എന്നാണ് പേര്. ഓക്കെ അല്ലേ? അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പാപ്പാനാരെന്ന് ചോദിച്ചാൽ പറയണം പാർവതി ബറുവയാണ്. അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പാപ്പാനായ പാർവതി ബറുവയെ 2024 പത്മശ്രീ പുരസ്കാരം നൽകി രാജ്യം ആദരിച്ചു. ഓക്കെ അല്ലേ? അപ്പം നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരന് സബ്സ്ക്രൈബ് ചെയ്യുക. വലിയൊരു അഭിപ്രായം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ ഈ ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള എന്ത് അഭിപ്രായവും ഏത് ഉൾപ്പെടുത്തണം നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അത് കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ് 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എക്സ്റേ തരംഗങ്ങളുടെ സഹായത്താൽ സമൂഹത്തെക്കുറിച്ചും ന്യൂട്രോൺ തന്മാത്രകളെക്കുറിച്ചും പഠിക്കുന്നതിന് ISROയുടെ ദൗത്യമാണ് എക്സ്പോസാറ്റ്. അപ്പം എക്സ്റേ തരംഗങ്ങളുടെ സഹായത്താൽ സമൂഹങ്ങളെക്കുറിച്ചും ന്യൂട്രോൺ തന്മാത്രകളെക്കുറിച്ചും പഠിക്കുന്നുള്ള ISROയുടെ ആദ്യത്തെ ദൗത്യമാണ് എക്സ്പോസാറ്റ്. ചെറിയൊരു തിരുത്തുണ്ട്. സമൂഹത്തിലല്ല തമോഗർത്തങ്ങളെ കുറിച്ച് എന്ന് ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. സോറി. എക്സ്റേ തരംഗങ്ങളുടെ സഹായത്താൽ തമോഗർത്തങ്ങളെക്കുറിച്ചും ന്യൂട്രോൺ തന്മാത്രകളെക്കുറിച്ചും പഠിക്കുന്നതിനുള്ള ISROയുടെ ആദ്യത്തെ ദൗത്യമാണ് എക്സ്പോസാറ്റ്. ഓക്കെ അല്ലേ? അപ്പം എക്സ്റേ തരംഗങ്ങളുടെ സഹായത്താൽ തമോഗർത്തങ്ങളെക്കുറിച്ചും ന്യൂട്രോൺ തന്മാത്രകളെക്കുറിച്ചും പഠിക്കുന്നതിനുള്ള ISROയുടെ ദൗത്യമാണ് എക്സ്പോസാറ്റ്. ഈ എക്സ്പോസാറ്റ് വിക്ഷേപിച്ചത് 2024 ജനുവരി 1. 2024 ജനുവരി 1 എക്സ്പോസാറ്റ് വിക്ഷേപിച്ചത്. ഈ എക്സ്പോസാറ്റിൻ്റെ വിക്ഷേപണ വാഹനം PSLV-C 58 ആണ്. ഓക്കെ അല്ലേ? അപ്പം 2024 ജനുവരി 1 വിക്ഷേപണ വാഹനം PSLV-C 58 എക്സ്റേ തരംഗങ്ങളുടെ സഹായത്താൽ തമോഗർത്തങ്ങളെക്കുറിച്ചും ന്യൂട്രോൺ തന്മാത്രകളെക്കുറിച്ചും പഠിക്കുന്നതിനുള്ള ISROയുടെ ആദ്യത്തെ ദൗത്യമായ എക്സ്പോസാറ്റ് വിക്ഷേപിച്ചു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 2024 ജനുവരിയിൽ ചന്ദ്രനിൽ വിജയകരമായി ലാൻഡ് ചെയ്ത
ജപ്പാന്റെ ചാന്ദ്ര ദൗത്യമാണ് സ്ലിം. ഇപ്പോഴാണ് 2024 ജനുവരിയിൽ ചന്ദ്രനിൽ വിജയകരമായി ലാൻഡ് ചെയ്ത ജപ്പാന്റെ ചാന്ദ്ര ദൗത്യം സ്ലിം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 2024 ജനുവരിയിൽ ലോകത്തെ ഏറ്റവും മൂല്യമുള്ള കമ്പനി എന്ന പദവി നേടിയത് മൈക്രോസോഫ്റ്റ്. 2024 ജനുവരിയിൽ ലോകത്തെ ഏറ്റവും മൂല്യമുള്ള കമ്പനി എന്ന പദവി നേടിയത് ഏതാണ്? മൈക്രോസോഫ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 2024 മികച്ച ചിത്രത്തിനുള്ള 2024 89ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയത് ഓപ്പൺ ഹൈമർ. എന്താണ്? മികച്ച ചിത്രത്തിനുള്ള 2024 89ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ചത് ഓപ്പൺ ഹൈമർ. അപ്പം ഈ ഓപ്പൺ ഹൈമർ സംവിധാനം ചെയ്തത് ക്രിസ്റ്റഫർ നോളൻ ആണ്. ഈ ഓപ്പൺ ഹൈമർ എന്ന സിനിമ സംവിധാനം ചെയ്ത ക്രിസ്റ്റഫർ നോളനെ മികച്ച സംവിധായകനും ഈ ഓപ്പൺ ഹൈമർ എന്ന സിനിമയിലെ അഭിനയത്തിന് കിലിയൻ മർഫിക്ക് മികച്ച നടനുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരവും ലഭിച്ചു. ഓക്കെ അല്ലേ? അപ്പം 2024 89ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ സിനിമ ഓപ്പൺ ഹൈമർ, മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ. ഏതിന് സംവിധാനത്തിനാണ്? ഓപ്പൺ ഹൈമറിൻ്റെ സംവിധാനത്തിന് തന്നെയാണ്. മികച്ച നടൻ ഏത്? ഓപ്പൺ ഹൈമർ എന്ന സിനിമയിലെ അഭിനയത്തിന് കിലിയൻ മർഫിക്കും ലഭിച്ചു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ 2023 ICC ഏകദിന ക്രിക്കറ്ററായി തിരഞ്ഞെടുത്തത് വിരാട് കോഹ്ലി. ആരാണ്? വിരാട് കോഹ്ലി. 2023 ICC ഏകദിന ക്രിക്കറ്ററായി തിരഞ്ഞെടുത്തത് വിരാട് കോഹ്ലി ആണെങ്കിൽ ICC T20 ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്തത് സൂര്യകുമാർ യാദവ്. ICC T20 ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്തത് സൂര്യകുമാർ യാദവ്. അപ്പം 2024 ഏറ്റവും പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, സി യു.